ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഇന്നുമായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ട മനോഹരമായ ഒരു പോസ്റ്റ് കേരളം എന്നും നന്ദിയോടുകൂടി ഓർക്കേണ്ട ഒരു വ്യക്തിത്വത്തെ കുറിച്ചായിരുന്നു. അത് മറ്റാരുമല്ല, കേരളം കണ്ട ഏറ്റവും മികച്ച നവോത്ഥാന നായകനായ ചാവറയച്ചൻ എന്ന വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന മഹാത്മാവിനെ കുറിച്ചായിരുന്നു. ചരിത്രം സൃഷ്ടിച്ച കത്തോലിക്ക പുരോഹിതനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഡോക്ടർ ബി ഇക്ബാൽ എന്ന ഇക്ബാൽ ബാപ്പു കുഞ്ഞായിരുന്നു. കോട്ടയത്ത് ആർപ്പൂക്കരയിലെ വീട്ടിൽ ഡോക്ടർ ബി ഇക്ബാൽ താമസിച്ചിരുന്ന കാലത്ത് രാവിലെ നടക്കാൻ പോയിരുന്നത് മാന്നാനത്ത് ചാവറയച്ചൻ സ്ഥാപിച്ച സെയിൻറ്റ് ജോസഫ് പള്ളി വരെയായിരുന്നു. ചികിത്സയുടെ ഭാഗമായുള്ള പ്രഭാത നടത്തമായിരുന്നു അത്. അന്നു മുതൽ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം താമസം മാറ്റുന്നതുവരെ മിക്ക ദിവസങ്ങളിലും പള്ളി വരെയും തിരിച്ചും നടന്നിരുന്നു. പള്ളിയുടെ മുന്നിലുള്ള 224 പടികളും കയറിയാണ് പള്ളിമുറ്റത്ത് അദ്ദേഹം എത്തിയിരുന്നത്. 2008 ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്ന നടപ്പും പള്ളിയിലെ പടികയറ്റവും വീണ്ടും ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് പുനരാരംഭിച്ചുവെന്ന് ഡോക്ടർ ബി ഇക്ബാൽ തന്നെ പറയുന്നു. ബൈപ്പാസ് സർജറിക്ക് ശേഷം മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ പഴയ ജീവിതചര്യകളിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നതിൻ്റെ തെളിവായി തൻ്റെ അനുഭവത്തെ കണക്കാക്കാവുന്നതാണെന്ന് ഡോക്ടർ ബി ഇക്ബാൽ സാക്ഷ്യപ്പെടുത്തുന്നു. ചാവറയച്ചനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇക്കാലത്താണ് എന്ന് ഡോക്ടർ ഇക്ബാൽ പറയുന്നു. കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന CMA സന്യാസ സഭയുടെ സ്ഥാപകൻ എന്ന നിലയിലുള്ള ആത്മീയ ആചാര്യൻ മാത്രമല്ല, കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായിരുന്നു ചാവറയച്ചൻ എന്ന ഡോക്ടർ ബി ഇക്ബാൽ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നു. അച്ഛനെക്കുറിച്ച് എഴുതിയ ജീവചരിത്ര പുസ്തകങ്ങളും ലേഖനങ്ങളും തേടിപ്പിടിച്ച് വായിച്ചപ്പോൾ അച്ഛനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും സുറിയാനി സഭയിൽ നിന്നൊരു നവോത്ഥാന നായകൻ എന്നാണ് പി ഗോവിന്ദപിള്ള ചാവറയച്ചനെ വിശേഷിപ്പിച്ചതെന്ന് ഓർത്തെടുക്കുകയാണ് ഡോക്ടർ ബി ഇക്ബാൽ. അക്കാലത്ത് സർക്കാർ സ്കൂളുകളിൽ പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന സമുദായത്തിൽപ്പെട്ടിരുന്നവരെ ഭക്ഷണവും വസ്ത്രവും പുസ്തകങ്ങളും നൽകി പഠിപ്പിച്ചിരുന്ന ചാവറയച്ചൻ 1846 സ്ഥാപിച്ച ഒരു സ്കൂളുണ്ടെന്നും പള്ളിയോട് ചേർന്ന് ഇന്നും ആ പള്ളിക്കൂടം നിലനിർത്തിയിരിക്കുന്നതായും അച്ഛൻ സ്ഥാപിച്ച സെയിൻറ്റ് ജോസഫ് പ്രസ്സും തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഡോക്ടർ ബി ഇക്ബാൽ എഴുതിയിരിക്കുന്നു.